ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് താറാവ് പാലുകറിയാണ്. ഇതിനായിട്ട് 1.5 കിലോ താറാവ് കഷ്ണങ്ങളാക്കിയത്, 4 ഉരുളക്കിഴങ്ങ് നീളത്തിലരിഞ്ഞത്, ഒരു തേങ്ങ പാല് പിഴിഞ്ഞത്, 8 പച്ചമുളക്, 3 അല്ലി കറിവേപ്പില, ഈ സ്പൂണിന് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിന് 2 സ്പൂൺ മുളക് പൊടി, 6 സ്പൂൺ മല്ലിപ്പൊടി, 2 സവോള ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി 4 അല്ലി, ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി. ഇതിലെ മസാലയ്ക്ക് വേണ്ടത് 4 തക്കോലം, ബേ ലീഫ്, ഏലക്ക 8 10, 2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഗ്രാമ്പു 8-10, ഒരു ചെറിയ കഷ്ണം പട്ട, ഉപ്പ് പാകത്തിന്, 2 വലിയ സ്പൂൺ വിനെഗർ, എണ്ണ ആവശ്യത്തിന്. ആദ്യമായി നമുക്ക് മസാലകളെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. ബേ ലീഫ് പൊടിക്കേണ്ട ആവശ്യമില്ല, ബാക്കിയെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ മുറിച്ച് വെച്ച താറാവിലേക്ക് മസാലയും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അരിഞ്ഞു വെച്ച സവാള, ബേ ലീഫ്, കറിവേപ്പില, ഉപ്പ്, വിനാഗിരി 2 സ്പൂൺ, 2 സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 10 മിനിറ്റ് വെക്കുക. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 2ാം പാല് ഒഴിച്ച് വേവിക്കുക. ഇനി ഇത് അടുപ്പത്തേക്ക് വെച്ച് വേവിക്കുക. ഇറച്ചി ഒരു പകുതി വേവാകുമ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് അതിൻ്റെ കൂടെ ഇട്ട് വേവിക്കുക. ഇപ്പോൾ ഉരുളക്കിഴങ്ങും താറാവും വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തലപ്പാലെടുത്ത് ഒഴിച്ച് മിക്സ് ചെയ്യുക. തിളച്ച് കഴിയുമ്പോൾ വാങ്ങി വെച്ച് രുചികരമായ താറാവ് കറി റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കറിയാണ്. ഇത് നല്ല ഈസിയായി ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: തക്കാളി 4 എണ്ണം, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാക്കറിയാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: വലിയൊരു മാങ്ങ ചെറുതായി അരിഞ്ഞത്,